വേടൻ വേദികളിലും വാർത്തകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ വേടനെ എതിരെയും അനുകൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളുടെ ഒരു സ്വഭാവം കണ്ടാൽ എതിർ കമൻറ്റുകളിൽ എത്രയോ അശ്ലീലങ്ങൾ വരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. സൈബർ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ ഒരു 100 കണക്കിന് പേർക്കെതിരെ കേസെടുക്കേണ്ടി വരും വേടൻ ഒന്ന് പരാതിപ്പെട്ടാൽ. കാരണം വേടനെ അധിക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായി അശ്ലീല തെറികൾ വിളിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ധാരാളം വരുന്നുണ്ട്. അതേസമയം വേടനെ പ്രശംസിച്ചുകൊണ്ടുള്ളത് വേറെയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇത്. പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ പലതും പറയുന്നതിനിടയിൽ ഏറ്റവും ഒടുവിൽ ഒരു ക്യാപ്സ്യൂൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു ബ്രാഹ്മണ പുരോഹിതൻ പൂജാരി എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് വേടൻ അനുഗ്രഹം വാങ്ങുന്നു, വേടൻ ദക്ഷിണ കൊടുക്കുന്നു. അങ്ങനെ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് വ്യാപകമായിട്ട്. അപ്പം ഈ പറയുന്ന തമ്പുരാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ, സവർണ ആധിപത്യത്തിനെതിരെ കവിതകളിലൂടെ, പാട്ടുകളിലൂടെ ഘോരഘോരം ഇടപെടുന്ന, സംസാരിക്കുന്ന, പെർഫോമൻസ് നടത്തുന്ന വേടൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഒരു ബ്രാഹ്മണ പുരോഹിതത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി ഇങ്ങനെ പോകുന്നതും ഇത് ഇരട്ടത്താപ്പല്ലേ, തട്ടിപ്പല്ലേ എന്ന ഒരു ചോദ്യം അവിടെ വരുന്നു. അപ്പം അതിനുള്ള മറുപടി വളരെ കൃത്യമായിട്ടൊരു തൃശ്ശൂരുകാരൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അദ്ദേഹം സജീവൻ അന്തിക്കാട്, സിനിമാ സംവിധായകനാണ്. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരാൾ കൂടിയാണ് സജീവൻ അന്തിക്കാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വളരെ കുറിക്കൊള്ളുന്നതാണ്. ഈ വേടനെ ചീത്ത വിളിക്കുന്ന, വേടനെതിരെ തെറിയഭിഷേകം നടത്തുന്ന ഈ ഫോട്ടോ വെച്ചിട്ട് വേടൻ എന്ത് ജാതി മേധാവിത്വം അംഗീകരിക്കുന്ന ആളല്ലേ, പൂജാരിയുടെ അടുത്ത് പോയില്ലേ എന്നൊക്കെ പറയുന്നവർക്കുള്ള ചുട്ട മറുപടി അണ്ണാക്ക് നിറച്ച് കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് സജീവൻ അന്തിക്കാട് ഇട്ടിരിക്കുന്നത്. അതായത് വിശ്വാസവും ഭക്തിയും ചരിത്രവും ആചാരങ്ങളും ഒക്കെ കൂടിക്കുഴഞ്ഞു കിടക്കുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയണം ഈ പോസ്റ്റ് ഇടുന്നവരും. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിറങ്ങുന്നവരും വിഡ്ഢിത്തങ്ങൾ തന്നെ എഴുന്നള്ളിക്കും. വിഡ്ഢിത്തങ്ങൾ പറയുന്നതിന് ഒരു മടിയുമില്ല. നുണകൾ എഴുതി വിടും, നുണകൾ പോസ്റ്റ് ചെയ്യും. ആ നുണകൾ സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചോണം. അതാണ് സിദ്ധാന്തം. സത്യം ആരും അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ സജീവൻ അന്തിക്കാടിൻ്റെ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത്. അത് തൃശ്ശൂരിൻ്റെ ചരിത്രം പഠിക്കണം. തൃശ്ശൂരിൻ്റെ ഭക്തിയും വിശ്വാസവും ചേർന്ന് കിടക്കുന്ന ചരിത്രം പഠിക്കണം. എന്താണ് ചാത്തൻ മഠങ്ങൾ? ഏതോ ഒരു ചാത്തൻ മഠത്തിലെ അവിടുത്തെ ചടങ്ങിന് പോയപ്പോൾ വേടൻ സ്വീകരിക്കുന്ന ദക്ഷിണ അല്ലെ അനുഗ്രഹം എന്ന രൂപത്തിലാണ് ആ ഫോട്ടോയുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതിനെയാണ് ഏതോ ഒരു സവർണ പൂജാരിയിൽ നിന്നും ദക്ഷിണ സ്വീകരിക്കുന്നു, സംഭാവന കൊടുക്കുന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത്. അവിടെയാണ് ചാത്തൻ മഠങ്ങളെക്കുറിച്ച് അറിയേണ്ടത്. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര, കൃത്യമായി പറഞ്ഞാൽ പെരിങ്ങോട്ടുകര അടക്കമുള്ളത് ചാത്തൻ മഠങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ്. അത് പ്രധാനമായിട്ടും ഈഴവ തറവാടുകൾ, അതേപോലെ വേടൻ പാണൻ തറവാടുകൾ, അവിടെയൊക്കെ മിക്ക ഭേദപ്പെട്ട കുടുംബങ്ങളിലൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഒരു ചാത്തൻ തറയുണ്ടായിരിക്കും, ചാത്തൻ അമ്പലം ഉണ്ടായിരിക്കും. പിന്നെ ഇതെന്താണ്? വിശ്വാസം എന്താണ്? ചാത്തൻ്റെ അനുഗ്രഹം വാങ്ങുക, ചാത്തൻ സേവ. നമ്മളൊരു കാലത്ത് കാനാടിമഠം ചാത്തൻ സേവയുടെ പരസ്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നത് നമ്മൾ ഓർക്കുക. ഇത്തരം പല മഠങ്ങളിലും ചാത്തൻ സേവ നടക്കുന്ന മഠങ്ങളിൽ ചിലത് അഭിവൃദ്ധിപ്പെട്ടിട്ട് ഭക്തിയും വിശ്വാസവും അതൊരു ബിസിനസ്സുമാക്കി മാറ്റിയതിൽ ഏറ്റവും അറിയപ്പെടുന്നതാണ് കാനാടി ചാത്തൻ മഠം. അവരിഷ്ടം പോലെ കാശുണ്ടാക്കി. അത് വിശ്വാസം മുതലെടുത്തുന്നല്ല, വിശ്വാസികൾ കൊടുക്കുന്ന പണം അവർക്കൊരു വലിയ വരുമാന മാർഗമായി. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ എവിടെ നടക്കുന്നത്. ഈ പറയുന്ന ആറ്റുകാല അമ്പല ക്ഷേത്രത്തിലെ പൊങ്കാല ക്ഷേത്രത്തിലും, അതേപോലെ പലയിടത്തും ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന പല സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെയെല്ലാം ഭക്തിയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഏറ്റവും ഒടുവിലെ കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനം, കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനം ഇപ്പം 100 കണക്കിന് ആൾക്കാരുടെ ഏറ്റവും പുതിയ
പിന്നെ സെൻസേഷനാണ്, വിശ്വാസവും ഭക്തിയും. അപ്പം മരിയൻ ഉടമ്പടി ധ്യാനം എടുക്കുന്നവര് അത് ക്രിസ്തീയ വിശ്വാസമാണ്, അറിയാമല്ലോ. അപ്പം അതിന് ഒരു 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 സംഭാവന കൊടുക്കുന്നു. അവർക്കൊരു കൃപാസനം നടത്തുന്നവർക്കൊരു വരുമാന മാർഗമാകുന്നു. ഇതേപോലെയാണ് ചാത്തൻമടങ്ങൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് വേടൻ പോയിട്ട് അനുഗ്രഹം വാങ്ങുന്നത്. അല്ലാതെ ഒരു ബ്രാഹ്മണ പൂജാരിയുടെയും അനുഗ്രഹം വാങ്ങുന്ന ചിത്രമല്ല ഈ പ്രചരിക്കുന്നത്. വ്യാജമായിട്ട് പ്രചരിക്കുകയാണെന്നുള്ളതാണ് സജീവൻ അന്തിക്കാട് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ എന്താ പറയുക, വേടന്റെ വളരെ പ്രശസ്തമായ ആ പാട്ട്, അതിനെ പിടിച്ചാണല്ലോ ഇതെല്ലാം പറയുന്നത്. അതായത് ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. പിന്നെ അതിന്റെ ബാക്കി അറിയാമല്ലോ. പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. ഇനി ആണേൽ അതൊരു ഡാഷ് വിഷയമല്ല. അവിടെയാണ് ഈ ഫോട്ടോ വെച്ചിട്ട് കളിക്കുന്നത്. ഇതൊരു വ്യാജ നിർമ്മിതി, ഫോട്ടോ വ്യാജ നിർമ്മിതി എന്നല്ല പറയുന്നത്. ഫോട്ടോ വെച്ചിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കുകയാണ് താല്പര്യക്കാര്. ആരാണ് താല്പര്യക്കാര്? അത് വരേണ്യവർഗത്തെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടപെടുന്ന കുറെ ആൾക്കാർ. അപ്പൊ ഇത് പിന്നെ ചാത്തൻമടവും ചാത്തൻ സേവയും എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അറിയാൻ കൂടിയുള്ള ഒരു മാർഗമാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടും വേടൻ തൃശ്ശൂരുകാരൻ അറിയാമല്ലോ, ഇവിടെ ജനിച്ച് വളർന്നവൻ, ചാത്തൻ സേവയെല്ലാം കണ്ടുകേട്ട് വളർന്നവൻ, ചാത്തൻ മഠങ്ങളിൽ പോയവൻ, ചാത്തൻ വിശ്വാസം അവനിലുണ്ടാവാം. അവനൊരു ചാത്തൻ സേവ ചെയ്യുന്ന ഒരു അവകാശിയെ, ഇത്തരം തറവാടുകളുടെ അവകാശിയുടെ മുമ്പിൽ ചെന്ന് ദക്ഷിണ സ്വീകരിച്ചിട്ടുണ്ടാവാം, വണങ്ങിയിട്ടുണ്ടാവാം. എന്താ ഇതിൽ ഇത്ര കുരു പൊട്ടുന്നത്? ആർക്കാണ് കുരു പൊട്ടുന്നത്? കുരു പൊട്ടിക്കോട്ടെ, കുരു പൊട്ടി ഒലിച്ചോട്ടെ. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇത്തരം ചർച്ചകൾ നല്ലതാണ്. പക്ഷെ അതിൽ സത്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവരും ഇത് കാണുന്നവരും കേൾക്കുന്നവരും വായിക്കുന്നവരും അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോസ്റ്റ്, സജീവൻ അന്തിക്കാടിന്റെ പോസ്റ്റ് എടുത്തിട്ട് ഇത്രയും പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഇവരുടെ അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഇവരുടെ പ്രധാന ആചാരത്തിനകത്ത് കള്ള്, വാറ്റുചാരായ, അതായത് ചാത്തൻ സേവയിൽ ചാത്തനെ പ്രീതിപ്പെടുത്താൻ, അതായത് ഉദ്ദിഷ്ട കാര്യത്തിന്, ശത്രു നിഗ്രഹത്തിന്, രോഗപീഠ മാറാന് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസവും ചില അന്ധവിശ്വാസങ്ങളും ചരിത്രവും ഒക്കെ കൂടിക്കലർന്നുള്ള ഒരു രീതിയാണ് ചാത്തൻമടങ്ങൾ. ഇപ്പോഴത്തെ കൃപാസനം പോലൊക്കെ തന്നെ, അല്ലെങ്കിൽ പറയുന്ന സ്ത്രീകളുടെ ശബരിമലകൾ എന്നറിയപ്പെടുന്ന ഇടത്തെ പൂജകളെ പോലൊക്കെ തന്നെ. അപ്പൊ ഇതിനകത്ത് ഭക്തിയും വിശ്വാസവും ചരിത്രവും കച്ചവടവും ബിസിനസ്സും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരിടത്ത് കള്ള്, ഇപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പനും കള്ള് നിവേദ്യം, മീൻ നിവേദ്യം, കള്ളും മീനും ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഈ കാലത്ത് അവിടെ ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നില്ലേ? അതേപോലെ ചാത്തൻമടങ്ങളിൽ കള്ള് സേവിക്കും, കള്ള് നേർച്ച അർപ്പിക്കും. അതേപോലെ വാറ്റുചാരായം, അല്ലാതെ ഇപ്പോൾ ഫോറിൻ ലിക്കർ ഒന്നും ചാത്തന്മാർക്ക് പൂജ അർപ്പിക്കാറില്ല. ചാത്തന്മാർക്ക് അന്നത്തെ പരമ്പരാഗത നമ്മുടെ നാട്ടിലെ മദ്യം, ചാരായം, കള്ള്, അതേപോലെ, അല്ലാതെ ഫോറിൻ ലിക്കർ കഴിക്കുന്ന ചാത്തന്മാരൊന്നും ഇല്ല. പക്ഷേ 1996 നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി AK ആന്റണി ചാരായം നിരോധിച്ചതോടെ ചാത്തൻമടങ്ങളിലെ ചാരായ നേർച്ചകളും അവസാനിച്ചു എന്ന് പറയാം. കാരണം വാറ്റുചാരായം കൊണ്ടിപ്പോ നേർച്ച അർപ്പിച്ചാല് പിടിച്ച് ജയിലിലിടും. അതുകൊണ്ട് ചാത്തന്മാർക്ക് തൽക്കാലം ഇനിയിപ്പോ വാറ്റുചാരായം കൊടുക്കാൻ കഴിയത്തില്ല. പകരം ഇനി ചാത്തന്മാരെന്നാണ് ഫോറിൻ ലിക്വർ, വിദേശ മദ്യം, അല്ലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സ്വീകരിച്ച് തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഈ ചർച്ച തുടരട്ടെ, സത്യം ജനങ്ങൾ അറിയട്ടെ. ഈ ക്യാപ്സ്യൂൾ കൊണ്ടുവരുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാര് കുറെ കൂടെ ഹോംവർക്ക് ചെയ്തിട്ട് ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.